ഒരു ചെറിയ കൂട്ടത്തിന് വലിയൊരു ഭൂരിപക്ഷത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ ഇതിന്റെ ഉത്തരം കണ്ടെത്താം. അതായത് 80 പേരെ വെറും 20 പേർക്ക് തോൽപ്പിക്കാനാവുമോ? കേൾക്കുമ്പോൾ നടക്കില്ലെന്ന് തോന്നും അല്ലേ? പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നോക്കാം. കഥ തുടങ്ങുന്നത് 100 പേരുള്ളൊരു ഹോസ്റ്റലിലാണ്. എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ കഴിയുന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നം ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്നും രാവിലെ ബ്രെഡും ബട്ടറും. ഇത് കാരണം സ്റ്റുഡൻസ് 2 ഗ്രൂപ്പായി തിരിഞ്ഞു. നോക്കൂ, 80% പേർക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ലായിരുന്നു. അവർക്ക് ഒരു മാറ്റം വേണമായിരുന്നു. ഭൂരിപക്ഷം പേരും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ബ്രെഡും ബട്ടറും ഇഷ്ടപ്പെട്ട 20 പേർ ഒന്നും മിണ്ടിയില്ല. അവസാനം ഈ 80 പേരും കൂടെ ഹോസ്റ്റൽ സൂപ്പർവൈസറുടെ അടുത്ത് പരാതിയുമായി ചെന്നു. സൂപ്പർവൈസർ ഒരു ഐഡിയ പറഞ്ഞു. നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാമല്ലോ. 80% പേർ മാറ്റം ആഗ്രഹിക്കുമ്പോൾ ഫലം ഉറപ്പല്ലേ? പക്ഷേ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പ്രശ്നമിതായിരുന്നു. മാറ്റം വേണമെന്ന് പറഞ്ഞ 80 പേരുടെ വോട്ട് പല വിഭവങ്ങളിലായി ചിതറിപ്പോയി. ഒടുവിൽ ജയിക്കാൻ വേണ്ടി വന്നത് വെറും 20 വോട്ടുകൾ. കാരണം അതായിരുന്നു ഏറ്റവും വലിയ ഒറ്റ വോട്ട് ബാങ്ക്. അങ്ങനെ 80 പേർ എതിർത്തിട്ടും ഹോസ്റ്റലിൽ വീണ്ടും ബ്രെഡും ബട്ടറും തന്നെ തുടർന്നു. ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: ഭൂരിപക്ഷം ഭിന്നിച്ചു നിന്നാൽ എപ്പോഴും ന്യൂനപക്ഷം തന്നെ ഭരിക്കും. ഇതിനെയാണ് വിഭജിക്കപ്പെട്ട ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പല താൽപ്പര്യങ്ങൾ കാരണം അവരുടെ ശക്തി നഷ്ടപ്പെട്ടു. കണ്ടില്ലേ, 80 പേര് അവരുടെ ശക്തിയെ വിഭജിച്ചു. പക്ഷേ 20 പേർ ഒരുമിച്ച് നിന്ന് അവരുടെ ശക്തി കേന്ദ്രീകരിച്ചു. അതെ, ഐക്യം എന്നത് ഒരു വലിയ ശക്തിയാണ്. ഇത് വെറും ഹോസ്റ്റൽ കഥയല്ല, ജീവിതത്തിലും ഇത് പ്രസക്തമാണ്. അപ്പോൾ ശരിക്കും ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരുമയുള്ള ന്യൂനപക്ഷത്തിന് ഭിന്നിച്ച ഭൂരിപക്ഷത്തെ തോൽപ്പിക്കാം. മാറ്റം വേണമെങ്കിൽ ഒരു പൊതുലക്ഷ്യം കണ്ടെത്തണം. ഒന്ന് ചുറ്റും നോക്കൂ. ചെറിയ സംഘടിത ഗ്രൂപ്പുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്?